മക്കാബേയരുടെ രണ്ടാം പുസ്തകം 4-ാം അധ്യായം 7 മുതൽ 11 വരെ തിരുവചനങ്ങൾ. വരക്കുമാർ. സെലൂക്യസ് രാജാവ് മരിച്ച ശേഷം എപ്പിപ്പാനോസ് എന്നു പേരുള്ള അന്തിയോക്കോസ് രാജാവായി. മഹാപുരോഹിതനായ ഹൂനിയായുടെ സഹോദരൻ ഈയാസോൻ ചതിവായി രാജാവിൽ നിന്നും മഹാപുരോഹിതാധികാരം പ്രാപിച്ചു. ഇവൻ അയാൾക്ക് 360 താലന്ത് വെള്ളിയും മറ്റു വസ്തുവകകളിൽ നിന്നായി 80 താലന്തും കൊടുക്കാമെന്ന് രാജാവിനോട് വാഗ്ദത്തം ചെയ്തു. വീണ്ടും ഗ്രീക്കുകാരുടെ രീതി അനുസരിച്ചുള്ള ഒരു ജിംനേഷ്യവും മല്ലയുദ്ധത്തിന് ഒരു വേദിയും യെരൂശലേമിൽ പണിയുവാനും യെരൂശലേംകാരെ അന്ത്യോക്യൻ പൗരന്മാരായി പേർ ചാർത്തുവാനും രാജാവ് തന്നെ അനുവദിക്കുന്ന പക്ഷം മറ്റൊരു 150 താലന്തും കൊടുക്കാമെന്നും അയാൾ വാക്കുകൊടുത്തു. രാജാവ് സമ്മതിച്ചു. അവൻ വഞ്ചനയിലൂടെ മഹാപുരോഹിത സ്ഥാനവും അധികാരവും കൈക്കലാക്കി. അക്കാലത്ത് തന്നെ അവൻ്റെ ജനത്തെയെല്ലാം വിജാതീയ ആരാധനയിലേക്ക് തിരിക്കുകയും ചെയ്തു. ദൈവകരുണയാൽ യഹൂദന്മാർക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നവയും സമാധാനത്തിനു വേണ്ടി റോമരുടെ അടുക്കിലേക്ക് പ്രതിനിധിയായി പോയ അപ്ലിമോസിൻ്റെ പിതാവായ യോഹന്നാൻ വഴിയായി ക്രമപ്പെടുത്തിയിരുന്നവയുമെല്ലാം ഇവൻ തുടച്ചു നീക്കി. സത്യപ്രമാണത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവൻ ഇല്ലാതെയാക്കി. അവയ്ക്കെല്ലാം പകരമായി തിന്മപ്പെട്ട ആചാരങ്ങളും പതിവുകളും അവൻ നിശ്ചയിക്കുകയും ചെയ്തു. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ആമേൻ.